എല്ലാവർക്കും നമസ്കാരം. ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹിന്ദിയുടെ അടുത്ത ചാപ്റ്ററായ, അതായത് 4ാമത്തെ ചാപ്റ്ററായ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന പാഠം നോക്കാം. അപ്പോൾ നോക്കിയാൽ അയാം കലാം കെ ബഹാനെ മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു ഫിലിമി ലേഖായിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മുടെ അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇത് ആദ്യം ഒരു ഫിലിമി ലേഖായിരുന്നു. ഈ ഫിലിമി ലേഖിനെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ്. സിനിമയാക്കി മാറ്റിയത് നീൽ മാധവ് പാണ്ഡെ എന്ന് പറയുന്ന ആൾ ആയിരുന്നു. അപ്പോൾ നോക്കിയാൽ നമ്മുടെ മിഹിറും ഈ ഫിലിമി ലേഖിനകത്ത് ആദ്യമായിട്ട് ആരാണുള്ളത്, ഒന്ന് നമ്മുടെ ലേഖകനായ മിഹിറുണ്ട്, പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മോർപാൽ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫിലിമി ലേഖിനകത്ത് പറയുന്നത്. മിഹിറും മോർപാലും ക്ലാസ്സിൽ എന്താണ് അടുത്തടുത്തായിരുന്നു ഇരിക്കുന്നത്. ക്ലാസ്സിൽ അവരെങ്ങനെയായിരുന്നു, തൊട്ടടുത്ത് ദരീ പറ്റി എന്നാണ് പറയാ കേട്ടോ. അതായത് രണ്ടുപേരും, അതായത് കണ്ടില്ലേ എന്നാണ്ട് തറയിൽ പായയൊക്കെ വിരിച്ചിട്ടായിരുന്നു ഈ രണ്ട് കുട്ടികളും ക്ലാസ്സിൽ ഇരിക്കുന്നത്. പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മോർപാൽ മിഹിർ എം എന്നായതുകൊണ്ട് തന്നെ രണ്ടുപേരും ക്ലാസ്സിൽ ഒരേ സീറ്റിൽ തന്നെയായിരുന്നു ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഗാവ് കെ സ്കൂൾ മെയിൻ മേരാ സാത്തി ദ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു എന്ത്, മോർപാൽ. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി മാസ്റ്റർ തിവാരി ജിക്കോ. നമ്മുടെ ഈ മോർപാൽ ഉണ്ടല്ലോ, അവന് എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു. നമ്മുടെ മോർപാൽ എന്ന് പറയുന്ന കുട്ടി എന്താണ്, ഭയങ്കര പാവപ്പിടിച്ച കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു. അച്ഛൻ എന്താണ്, കർഷകനൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടി ക്ലാസ്സിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ പീരീഡ് ആയിരുന്നു. അപ്പോൾ കുട്ടി ഇംഗ്ലീഷിൻ്റെ മാസ്റ്ററിനോട് ചോദിക്കുകയാണ്, ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് അധ്യാപകൻ പറയാണ് LOOK ലുക്കാണെന്നും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ദേഖിന എന്നാണ്, ലുക്ക് നോക്കുക എന്നാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം നോക്കിയാൽ നമ്മുടെ ഫിലിമി ലേഖനകത്ത് ആരൊക്കെയായിരുന്നു, മോർപാലുണ്ട്, മറ്റൊന്ന് മിഹിർ. നോക്കിയേ, മോർപാൽ എന്ന് പറയുന്നത് സാധാരണ കുടുംബത്തിലെ കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മോർപാൽ എന്താണ് ഫുഡൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മുടെ മോർപാൽ കൊണ്ടുവരുന്ന ഫുഡെന്ന് പറയുന്നത് ചാഞ്ച് ആയിരുന്നു. എന്തായിരുന്നു കൊണ്ടുവരുന്നത്, ചാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തൈര്. അതുപോലെ തന്നെ നമ്മുടെ മിഹിർ കൊണ്ടുവരുന്ന ഫുഡ് നോക്കിയേ, രാജ്മ എന്ന് പറയുന്ന രാജ്മ ചാവല് കണ്ടോ, രാജ്മ ഉണ്ടോ, ഒരു ബീൻസ് ആണ് രാജ്മ എന്ന് പറയുന്നത്. രാജ്മയും ചോറുമായിരുന്നു നമ്മുടെ മിഹിർ കൊണ്ടുവരുന്നത്. ഈ മിഹിർ കൊണ്ടുവരുന്ന ഈ രാജ്മ ചാവല് നമ്മുടെ മോർപാൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ആരുടെ ടിഫിൻ ബോക്സിൽ, നമ്മുടെ മിഹിറിൻ്റെ ടിഫിൻ ബോക്സിലായിരുന്നു കാണുന്നത് നമ്മുടെ മോർപാൽ കേട്ടോ. ഇപ്പം നമ്മുടെ മോർപാൽ കൊണ്ടുവരുന്ന ചാഞ്ച് ഉണ്ടല്ലോ, ഒരാളുടെ വീക്ക്നെസ് ആണ് കേട്ടോ. ആരുടെ കംസോരിയാണ്, കംസോരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വീക്ക്നെസ്. നമ്മുടെ മിഹിറിൻ്റെ വീക്ക്നെസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ചാഞ്ച് എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആയോ? അപ്പം നമ്മുടെ മോർപാൽ സാധാരണ കുടുംബത്തിലെ കുട്ടിയാണെന്നും മിഹിർ എന്ന് പറയുന്നത് നല്ല പൈസയുള്ള കാശുകാരനായ ഒരച്ഛൻ്റെ മകനായിരുന്നു ആരെന്ന് പറയുന്നത്, നമ്മുടെ മിഹിർ എന്നും പറയുന്നത്. നമ്മുടെ മിഹിറിനെയും മോർപാലിനെ പറ്റി കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ കൊണ്ടുവരുന്ന ഫുഡ് ഉണ്ടല്ലോ, നമ്മുടെ മിഹിറിന് എന്താണ്, മോർപാൽ കൊണ്ടുവരുന്ന ചാഞ്ച് കംസോരിയാന്ന് പറഞ്ഞു അല്ലേ, കിസ്ക കംസോരി ഹേ, എക്സാമിനൊക്കെ ചോദിച്ചാണ്. നോക്കിയേ, അപ്പം നോക്കിയേ, മിഹിറിൻ്റെ വീക്ക്നെസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ചാഞ്ച് എന്ന് പറയുന്നത്, ദൗർബല്യം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, മിഹിർ മോർപാലിൻ്റെ തൈരൊക്കെ കണ്ടപ്പോൾ എനിക്കിത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഇടപാട്, ഈ ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണ് നോക്കി, ഹമാരാ സൗദാ ഖേൽഖണ്ഡി മേം ഖാനി കി അദലാ ബദലീക. ഞങ്ങളുടെ ഇടപാടായിരുന്നു ഖേൽഖണ്ഡി മേം, അതായത് PT പീരീഡ് എന്താണ്, ഖാനി കി അദലാ ബദലി, ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്താണ്, സൗദ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇടപാടായിരുന്നു. അദലി ബദലി എന്ന് പറയുന്നതിന് പകരമായിട്ട് മറ്റൊരു വാക്കാണ്
ദേൻ എന്ന് പറയുന്നത്. ओके मेरे टिफिन के राजमा चावल और उसके घर से आया बड़ा छाछ का डिब्बा मेरा. അപ്പം നമ്മുടെ മിഹിർ ഈ ഫിലിമിലേക്ക് എഴുതിയപ്പം അവൻ്റെ അനുഭവങ്ങൾ പറയാണ്. ഞാൻ കൊണ്ടുവരുന്ന രാജ്മാ ചാവൽ അവനും, അവൻ കൊണ്ടുവരുന്ന വലിയ ഡപ്പയിലെ തൈര് എനിക്കും ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നോക്കിയേ, നമ്മുടെ മിഹിറിനെയും മോർപാലിനെയും പറ്റിയിട്ട് കൂടുതലായിട്ട് നോക്കാം. ഈ കുട്ടികൾ എന്താണ് ക്ലാസ്സിൽ അടുത്തടുത്തായിരുന്നു ഇരിക്കുന്നത്. നമ്മുടെ മിഹിറിന് എന്താണ് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ല. നോക്കിയേ, മിഹിർക്കോ പസന്ത് നഹീദ റോസ് സ്കൂൾ ജാന, ഡെയിലി സ്കൂളിൽ പോകാമെന്ന് പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലായിരുന്നു. പക്ഷെ ഒരാൾക്ക് ഇഷ്ടമായിരുന്നു. ആർക്കായിരുന്നു ഇഷ്ടം? മോർപാലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു സ്കൂളിൽ പോവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് മോർപാലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിട്ടായിരുന്നു കാണുന്നത്. കാരണം എന്തായിരുന്നു? അവൻ സ്കൂളിൽ വരുന്ന സമയം മാത്രമായിരുന്നു ഒരു കുട്ടിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിലോ അവൻ വലിയ കുട്ടിയായി പോവോ? അല്ല അല്ലേ. അതായത് അവൻ്റെ അച്ഛൻ കർഷകനായതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ സ്കൂളിലേക്ക് പോകാനായിരുന്നു കുട്ടിക്ക് ഇഷ്ടം. അതുപോലെ തന്നെ ഷാദി മേ ബി മോർപാൽ യൂണിഫോം പഹൻകർ ആത്താത. കല്യാണത്തിന് നമ്മുടെ മോർപാൽ എന്താണ് യൂണിഫോം ഇട്ടിട്ടാണ് വന്നത്. എന്തുകൊണ്ടായിരിക്കാം മോർപാൽ യൂണിഫോം ഇട്ടിട്ട് വരാൻ കാരണം? നമ്മുടെ മോർപാലിന് ആകെ കൂടി ഒരേ ഒരു ഡ്രസ്സേ ഉള്ളൂ. അതായിരുന്നു എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്കൂൾ യൂണിഫോം. അതുപോലെ തന്നെ ഓൾറെഡി ടീച്ചർ പറഞ്ഞു, മിഹിറിൻ്റെ കൂട്ടുകാരനായ മോർപാലിന് സ്കൂളിൽ എന്നും പോകാനായിരുന്നു ഇഷ്ടം. രവിവാർക്ക ചുട്ടി, അതായത് നമ്മുടെ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് മോർപാലിൻ്റെ ലൈഫിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം ആയിരുന്നു. സ്കൂൾ കി ചുട്ടി മിൽനെ പർ, അതുപോലെ തന്നെ സ്കൂളിൽ ലീവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്കിപ്പോൾ മഴയവധിയൊക്കെ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കിടന്ന് തുള്ളി ചാടുകയൊക്കെ ചെയ്യില്ലേ? സന്തോഷമായി പറയും. അതേപോലെ തന്നെയാണ് നമ്മുടെ ലേഖകനായ മിഹിറിന്. ലേഖകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? മിഹിർ. ഘർമേ ഖുഷി മനാത്താതാ. മിഹിർ വീട്ടിൽ കിടന്നങ്ങ് ഡാൻസ് കളിക്കുമായിരുന്നു. ഓക്കെ അല്ലേ? ഏകദേശം കിട്ടിയില്ലേ? അപ്പം നമ്മുടെ പാവം പിടിച്ച വീട്ടിലെ മോർപാൽ സ്കൂളിൽ പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു. അവൻ എന്നും 15 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടിയിട്ട് എന്താണ് കൊണ്ടുവരിക? ചാഞ്ച് കൊണ്ടുവരുമായിരുന്നു. തൻ്റെ കൂട്ടുകാരനായ മിഹിറിന് അത് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോർപാലിന് ആകെ കൂടി ഒരേ ഒരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എന്തെന്ന് പറയുന്നത്? സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മോർപാൽ എന്നും സ്കൂളിൽ പോകാനായിട്ട് ആഗ്രഹിച്ച ഒരു കുട്ടി ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കലാമിൻ്റെ, അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെ നമ്മുടെ രാഷ്ട്രപതി എന്നൊക്കെ പറയുന്ന നമ്മുടെ അബ്ദുൽ കലാം ജീനെ പോലെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. ആര്? നമ്മുടെ മോർപാൽ. ഓക്കെ അല്ലേ? ഓക്കെ. പക്ഷെ നമ്മുടെ മോർപാലിന് 8ാം ക്ലാസ്സോടുകൂടി അവൻ്റെ പഠനം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ ഒപ്പം കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഫിലിമി ലേഖെന്ന് പറയുന്നത്. ഇനിയും കൂടുതലായിട്ടുണ്ട് മക്കളെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമ, അതായത് നമ്മുടെ ഈ മോർപാൽ മിഹിറിൻ്റെ ഈ അയാം കലാം എന്ന് പറയുന്ന, അയാം കലാം കെ ബഹാനെ എന്ന് പറയുന്ന ഇതിനെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? സിനിമയാക്കി മാറ്റിയിരിക്കുകയാണ്. സിനിമയാക്കി മാറ്റിയത് ആരാണ്? നീൽ മാധവ് പാണ്ഡെ എന്ന് പറയുന്ന ആള് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന 2 കുട്ടികളായിരുന്നു. ആരെന്ന് പറയുന്നത്? ഒന്ന് നമ്മുടെ ആരാണ്? ചോട്ടു എന്ന് പറയും. ഒന്ന് ചോട്ടു സ്വയം അവനെ വിശേഷിപ്പിച്ചത് കലാം എന്നായിരുന്നു. ചോട്ടു സ്വയം അവനെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? കലാം എന്ന് ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു ക്യാരക്ടറാണ് റൺ വിജയ്. മറ്റൊരു ക്യാരക്ടറിൻ്റെ പേരെന്താണ്? റൺ വിജയ്. റൺ വിജയ് എന്ന് പറയുന്ന കുട്ടി ദാനിക്കി റാണ എന്ന് പറയുന്ന ആളുടെ മകൻ ആയിരുന്നു. ദാനിക്കി റാണ എന്ന് പറയുന്ന ആളുടെ മകനായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ റൺ വിജയ് എന്ന്
പറയുന്നത്. നോക്കിയേ, നമ്മുടെ ചോട്ടു ഒരു ചായക്കടയിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. ചോട്ടു എവിടെയാണ് ജോലി നോക്കുന്നത്? ചായക്കടയിൽ. അവൻ്റെ അമ്മ അവനെ ഒരു ചായക്കടയിൽ കൊണ്ടുപോയി ആക്കാണ്. സാധാരണ കുടുംബത്തിലെ കുട്ടിയാണ് നമ്മുടെ ചോട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോട്ടു എന്താണ്, അവൻ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ടേ പഠിക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അമ്മ അവനെ ചായക്കടയിൽ കൊണ്ട് നിർത്തുന്നു. ഈ ചായക്കടയിൽ എപ്പോഴും വരുന്നത് ആരാണെന്നറിയോ? ചായക്കടയിൽ ചായ കുടിക്കുവാനായിട്ട് വരുന്നത് ആരാണ്? വിദേശി ലോകായിരുന്നു. ആരായിരുന്നു വരുന്നത്? വിദേശി ലോക്. വിദേശത്ത് നിന്നുള്ള ആളുകളായിരുന്നു തൻ്റെ ചായക്കടയിലേക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ചായ കുടിക്കാനായിട്ടൊക്കെ വരുന്നു. ഇങ്ങനെ വിദേശി ലോകം, അതായത് നമ്മുടെ ചോട്ടു എന്ന് പറയുന്ന കുട്ടി അതിസമർത്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശി ആയിട്ടുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുവാനായിട്ട് അവൻ എന്താണ്, ഏത് ലാംഗ്വേജ് ആയിരിക്കും? ഇംഗ്ലീഷാണ് അല്ലേ? അപ്പോൾ അംഗ്രേസി, ഇംഗ്ലീഷിന് എന്താ പറയുക? അംഗ്രേസി ലാംഗ്വേജ് സീക്ക, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചെടുത്തു. ഇവൻ്റെ ഇംഗ്ലീഷ് സംസാരം കേട്ടിട്ട് നമ്മുടെ എന്താണ്, വിദേശത്ത് നിന്ന് വന്ന ഒരു ലേഡിയുടെ പേരായിരുന്നു ലൂസി എന്ന് പറയുന്നത് കേട്ടോ. ലൂസി മേഡം അവർക്ക് നമ്മുടെ ചോട്ടുവിനെ വളരെയധികം ഇഷ്ടമാവുകയും ചോട്ടുവിനോട് ചോദിക്കുകയാണ്, നിൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത്. ചോട്ടു, അതായത് കലാം, എന്താണ് പറയുകയാണ്, എനിക്ക് റിയൽ ആയിട്ടുള്ള അബ്ദുൽ കലാമിനെ കാണണമെന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ലൂസി മേഡത്തിനോട് പറയുന്നു. ലൂസി മേഡം വാതാക്കിയ. ലൂസി മേഡം എന്ത് ചെയ്തു? അവന് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് കൊടുത്തത്? തീർച്ചയായിട്ടും ഞാൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാം? ദില്ലിയിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ കഥയിലെ കലാമും റെൻ വിജയും തമ്മിൽ, അതായത് ചോട്ടു എന്ന് പറയുന്ന കുട്ടി സ്വയം അവനെ വിശേഷിപ്പിച്ചതായിരുന്നു കലാം. ഇവിടെ കലാം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കലാമും റെൻ വിജയും തമ്മിലുള്ള ആ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു രീതിയിലായിരുന്നു ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സംഭാഷണത്തോടു കൂടിയാണ് ഇവരുടെ ആ ഒരു കൂട്ടുകെട്ട് നല്ല ആഴത്തിലായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മുടെ കലാമിന്, അതായത് ചോട്ടുവിന് അബ്ദുൽ കലാമിനെ കാണുവാനായിട്ട് സാധിക്കുകയും അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ സിനിമയിൽ. അപ്പോൾ നോക്കിയേ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫിലിമി ലേഖിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? നമ്മുടെ മോർപാലും മിഹിറും. മോർപാലാണ് എന്ത് കൊണ്ടുവരുന്നത്? ചാഞ്ചു കൊണ്ടുവരുന്നത്. മിഹിർ എന്താണ് കൊണ്ടുവരുന്നത്? രാജ്മ ചാവലാണ്. സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തത് ആർക്കായിരുന്നു? നമ്മുടെ മിഹിറിനായിരുന്നു. നമ്മുടെ ചോട്ടുവും അതുപോലെ റെൻ വിജയനെ എടുക്കുമ്പോൾ റെൻ വിജയനായിരുന്നു സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമില്ലാഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മോർപാലിന് ആകെ കൂടി ഒരേ ഒരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നു സ്കൂൾ യൂണിഫോം. ഓക്കെ, സ്കൂൾ വർദ്ധി എന്നൊക്കെ പറയാം, സ്കൂൾ യൂണിഫോം. അതുകൊണ്ട് തന്നെ അവൻ എന്താണ്, ഏത് ഫംഗ്ഷന് പോയാലും ഈ സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു ആ കുട്ടി ഇടുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ മിഹിറിനൊക്കെ ആശ്ചര്യം വന്നിട്ടുണ്ട്. കാരണം മിഹിറിന് ഒരുപാട് വലിയ വലിയ കടകളിൽ നിന്ന്, അല്ലെ വലിയ വലിയ നഗരങ്ങളിൽ പോയി വലിയ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങി ഒരുപാട് ഡ്രസ്സ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ മിഹിറിന് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.